പടം ഇതുപോലത്തെ പടങ്ങൾ ഇനിയും വരണം. കാരണം നമുക്കിങ്ങനെ ഈ ഡാൻസിനെ ബേസ് ചെയ്തുള്ള സിനിമകൾ മലയാളത്തിൽ എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ഒരു പഴയ മൈക്കിൾ ജാക്സൺ 90s വൈബ് ഒക്കെ പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ആകെ ഇതിനകത്തുള്ള വേവടി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെൽക്കം ബാക്ക്. പുതിയ കുറച്ച് പിള്ളേരുടെ ബ്രേക്ക് ഡാൻസ് പരിപാടികളൊക്കെ ആയിട്ട് മലയാളത്തിൽ നിന്നും ഒരു പുതിയ സിനിമ റിലീസിനെത്തിയിട്ടുണ്ട്, മൂൺ വാക്ക്. അപ്പോൾ കുറേ വർഷമായിട്ട് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിരുന്ന സിനിമയാണ്. പ്രശ്നങ്ങളൊക്കെ കാരണം ഇന്നാണ് റിലീസിനായിട്ട് എത്തിയത്. അപ്പോൾ എന്തായാലും മൂൺ വാക്ക് കണ്ടിറങ്ങി ഓടിച്ചിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ മൂൺ വാക്ക് റിവ്യൂലേക്ക്. പടം ഇതുപോലത്തെ പടങ്ങൾ ഇനിയും വരണം. കാരണം നമുക്കിങ്ങനെ ഈ ഡാൻസിനെ ബേസ് ചെയ്തുള്ള സിനിമകൾ മലയാളത്തിൽ എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ക്ലാസിക്കൽ ഡാൻസിനെയൊക്കെ വെച്ച് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് അറിയപ്പെടാതെ പോകുന്ന ഒരു ഐറ്റമാണ് ഈ മറ്റു തരത്തിലുള്ള ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പടം ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. വേറെ മേക്കിംഗ് സ്റ്റൈലും ആണല്ലോ ഒരു പഴയ വൈബ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എൻ്റെയൊക്കെ സമയത്തുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് മൈക്കിൾ ജാക്സന്റെ കേരളത്തിലേക്കുള്ള വരവും അത് പഠിക്കാനുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജി യൂത്തിനൊക്കെ നല്ല കണക്ട് ആവുമല്ലോ എന്തായാലും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പ്രായത്തിൽ പണ്ട് ഇത് കണ്ടുവന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പുതിയ അനുഭവം ഉണ്ടായിരുന്നു, നല്ലൊരു രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പുതിയ ആക്ടേഴ്സ് ഒക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിനകത്ത് ഒന്നും പറയാനില്ല. അവന്മാർ അത്രയും പിള്ളേർ പയ്യന്മാർ നമ്മുടെ പിള്ളേർ തകർത്തിട്ടുണ്ട്. അതിനകത്തൊരു സംശയമില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും പിൻബലം കുറവുണ്ടായത്, സാമ്പത്തികമായിട്ട് ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ വേണമല്ലോ. അതിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തു. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. പിള്ളേരുടെ അടിപൊളി. അപ്പൊ ഇപ്പൊ ഇറക്കിയാലും വർക്കാവുന്ന ഒരു തീം തന്നെയാണ്. തീർച്ചയായിട്ടും ഡാൻസ് ഒരിക്കലും അങ്ങനെ വർക്കൗട്ട് ആവാതെ പോകുന്ന ഒരു വിഷയമല്ലല്ലോ, സബ്ജക്റ്റ് അല്ലല്ലോ. കാരണം ഡാൻസ് എപ്പോഴും ഏത് സമയത്തും മലയാളത്തിൽ തന്നെ ഒരു പ്രൊമോഷൻ ഇല്ലാതെ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരു പഴയ മൈക്കിൾ ജാക്സൺ 90s വൈബ് ഒക്കെ പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാമെന്ന് വെച്ചാൽ എല്ലാ മൂവ്സും ഒന്നും കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറേ പ്രതീക്ഷിക്കും. അത്ര ഇതൊന്നുമില്ല. പക്ഷെ അവിടെ ഓവറോൾ കണ്ടിരിക്കുക ഒരു പഴയ 90s പഴയ നമ്മുടെ വിൻറ്റേജ് കാലഘട്ടത്തിലെ ബൈക്കായാലും കുറേ കാര്യങ്ങളൊക്കെ ആയാലും കൊണ്ടുവരുന്നുണ്ട്. VCR, വാക്മാൻ അങ്ങനെയൊക്കെ നമ്മളെ പഴയ കാലത്തിലോട്ടൊന്ന് കൊണ്ടുപോകും. പിന്നെ മൊത്തത്തിൽ പടം ഭയങ്കര സെറ്റപ്പ് മൈക്കിൾ ജാക്സൺ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വരുന്ന മൂമെന്റ്, ഹൈ മൊമെന്റ്സ് ഒന്നും തരുത്തുന്നില്ല. ഡാൻസിലായാലും ഹൈ മൊമെന്റ്സ് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ അല്ലാതെ ഓവറോൾ അവരുടെ ആക്ടിങ് ഒക്കെ കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറെ വർഷം എടുത്ത് ഇറക്കാതിരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ പടം എന്ന് പറഞ്ഞാൽ വിന്റേജ് ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് അത് അധികം ഇതാവത്തില്ല. എന്നാലും മൊത്തത്തിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ആക്ടിങ് വൈസ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൂൺ വാക്ക് ഒരു വൺ ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല സിനിമ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങോട്ട് കുറേ ഏക്കാത്ത കുറച്ച് കോമഡിയും പിന്നെ ഫുള്ള് ഡാൻസ് പ്രാക്ടീസാണ് അത് ഫുള്ള് കാണിക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് ലാഗ് അടിക്കുകയും ചെയ്യും. പക്ഷേ ഇടയ്ക്ക് വെച്ചാൽ ഡാൻസ് പെർഫോമൻസ് ഇത് മാത്രമേ ഉള്ളൂ സിനിമയിൽ. നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന എന്ത് സംഭവങ്ങളോ ശ്രമിച്ചിട്ടുണ്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചൊക്കെ. പക്ഷെ നമുക്ക് അത്രയ്ക്ക് കണ്ട് ഫീൽ ചെയ്യുന്നില്ല. ഡാൻസ് എലമെന്റ്സ് അതാണ് ഡാൻസ് കണ്ടിട്ട് നമുക്ക് ആ ഡാൻസിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നില്ല. സാധാരണ ഇപ്പം പ്രൊഫഷണൽ അല്ലാത്ത ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ ഇമ്പാക്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യുന്നില്ല ഈ സിനിമയിൽ നിന്ന്. അതാണ് ഒരു മെയിനായിട്ട് തോന്നിയത്. മേക്കിങ്ങിൽ എന്തെങ്കിലും പോരായ്മയാണോ അതോ? ഇല്ല, മേക്കിംഗ് ഇവരെ ആക്ടിങ് ഒക്കെ ഓവറോൾ ഗുഡായിരുന്നു, അതിനൊന്നും അല്ല. പക്ഷേ സിനിമ കൊണ്ടുവയ്ക്കുന്ന രീതിയും ആ ഒരു സിനിമയിൽ നിന്ന് ഗ്രിപ്പായിട്ട് കുറേ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവർ തീമിൽ നിന്ന് വിട്ട് നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവസാനം ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നമ്മൾ അവരെ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഗൂസ് ബംസ് ലെവൽ സംഭവമൊക്കെ. പക്ഷെ നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ ചിലയിടത്തൊക്കെ 2-3 കോമഡിയൊക്കെ വർക്കായി, പക്ഷെ പലയിടത്തും ചീറ്റിപ്പോവുകയും ചെയ്തത്. തിയേറ്റർ വാച്ചുള്ള തിയേറ്ററിൽ കാണുന്നവർക്ക് കാണാം. പക്ഷെ എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് വർക്കായില്ല. നമ്മൾ ഡാൻസ് ഒക്കെ നമ്മൾ ഒരുപാട് പാടാ. എങ്ങനെയുണ്ട്? ബോറായിരുന്നു, ഫുള്ള് ബോറായിരുന്നു പടം. ഫുൾ ഡാൻസ് മാത്രമേ ഉള്ളൂ സിനിമ? ഡാൻസ് മാത്രമേ, കോമഡിയൊന്നും അത്ര എഫക്റ്റ് ഉള്ള കോമഡി ഒന്നും ഇല്ല. എങ്ങനെയുണ്ട് ഒരു ഡാൻസ് തീമിലൊക്കെ വന്ന പുതിയ പിള്ളേരുടെ പടം? സ്റ്റോറി വൈസ് ഒക്കെ പറയാനാണെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല മൂവി, എല്ലാവർക്കും യെസ്. അപ്പോൾ മൂൺ വാക്ക് പലർക്കും ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പോലും അറിയില്ലായിരിക്കും. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കാരണം കുറേ വർഷങ്ങൾ ഇങ്ങനെ പെട്ടിയിലിരുന്നിട്ട് അവസാനം റിലീസ് ചെയ്ത പടമാണ്. LJP ആണ് ഇത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫനും പ്രൊഡക്ഷനും അങ്ങനെ എന്തോ പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ മഴ ക്ലൈമറ്റൊക്കെ ആയിട്ട് വെറുതെ കണ്ടിരിക്കാവുന്ന ജസ്റ്റ് ഒരു വൈബ് പടം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റെട്രോ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് പ്രേമത്തിലും അതുപോലെ തന്നെ LJPയിലെ കുറേ പടങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ്, ഒരു റിയലിസ്റ്റിക് പരിപാടി. പിന്നെ ഇതിനകത്ത് ഭയങ്കര സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. കുറേ സീൻ ബൈ സീൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്ന രീതിയാണ് നമുക്ക് കാണുന്നത്. അതായത് വെറുതെ അവരുടെ ലൈഫിൽ കൂടി ഒരു ക്യാമറ കൊണ്ട് പോയാൽ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് പരിപാടിയാണ് പിടിക്കാൻ നോക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെ തീം അറിയാമല്ലോ, ഒരു ബ്രേക്ക് ഡാൻസ് പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. അത് നമ്മുടെ കുറച്ച് നാടൻ പിള്ളേർ എങ്ങനെ അവരുടെ ഒരു ബ്രേക്ക് ഡാൻസ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റേറ്റ് വിന്നേഴ്സൊക്കെ ആവുന്ന ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കണ്ടാൽ തന്നെ അറിയാം, ഇവർ ആരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ല, ആക്ടേഴ്സ് എല്ലാം ഇതിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ അതിൽ നല്ലപോലെ കാണാനുണ്ട്. മെയിൻ തീം എന്ന് പറയുമ്പോൾ കുറേ ഇങ്ങനെ ഡാൻസ് കാണിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ തുടക്കം മുതൽ ഇവർ ഒരു പരിപാടി തന്നെയാണ് കാണിക്കുന്നത്, മൈക്കിൾ ജാക്സന്റെ ഒരു ബീറ്റിട്ടുള്ള കുറച്ച് പരിപാടികൾ. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് സീനായിട്ട് തോന്നിയത്. പിന്നെ ടോട്ടലി പറയുകയാണെങ്കിൽ കുറച്ച് ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ കണ്ടിരിക്കാം. അത്യാവശ്യം നല്ല കുറച്ച് വിൻറ്റേജ് പരിപാടി, അന്നത്തെ ഒരു ഇതും അതുപോലെ തന്നെ നല്ല കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. മൊത്തത്തിൽ മഴയത്തൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പടമായിട്ടാണ് തോന്നിയത്. മൂൺ വാക്ക് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം, വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കാണുമ്പോഴേക്കും ബൈ.